നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ പപ്പായ നടുമ്പോഴത്തേക്കിന് റെഡ് ലേഡി ആണെങ്കിലും റെഡ് റോയൽ ആണെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ടൈം കളയുന്നില്ല, നേരെ വീഡിയോയിലിട്ടു. വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം നോക്കി നമ്മൾ പപ്പായ നടണം. അതിന് അത്യാവശ്യം നല്ലൊരു കുഴി എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പപ്പായ കൃഷിയിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പപ്പായയുടെ ചോട് ചീഞ്ഞു പോകും, നാശമായി പോകും. അതുപോലെ മണ്ണിന് അസിഡിറ്റി ഉണ്ടാകരുത്. അതിനാണ് നമ്മൾ ഡോളോമേറ്റ് ഉപയോഗിക്കുന്നത്. കുമ്മായമുള്ള ഒരു കുമ്മായം ഉപയോഗിച്ചാലും മതി. ഒരു 2 പിടി ഒരു തടത്തിനെന്നുള്ള കണക്കിൽ നമുക്ക് ഡോളോമേറ്റോ കുമ്മായോ ഉപയോഗിക്കാം. ജൈവവളം ഉപയോഗിക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കാം, വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കാം, കടലപ്പിണ്ണാക്ക് ഉപയോഗിക്കാം. എന്ത് വേണമെങ്കിലും ജൈവവളമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഡൈക്കോട്ടോർമ കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിവിടെ പൊക്കം നോക്കി 2 സ്ഥലത്താണ് പപ്പായ നടുന്നത്. ഒന്ന് നമ്മൾ തടം പൊക്കി എടുത്തിട്ട് നമ്മൾ ചുവപ്പ് മണ്ണിൽ നടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെള്ള മണ്ണിലും, ശരിക്കുള്ള നമ്മുടെ വെള്ള മണ്ണിലും നടുന്നുണ്ട്. 2 സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് തൈ നടുന്നത്. നമ്മൾ എവിടെ നട്ടാലും, ഇപ്പം ചില സ്ഥലത്ത് കിഴക്കൻ മേഖലകളിലൊക്കെ നടുന്നവരാണെങ്കിൽ അവർക്ക് ഇതുപോലത്തെ ചുവപ്പ് മണ്ണായിരിക്കും. ഇവിടെ വെള്ള മണ്ണാണ്. നമ്മൾ ചുവപ്പ് മണ്ണ് ഇതിൻ്റെ പുറത്ത് ഇറക്കിയതുകൊണ്ടാണ് ഇതിന് ചുവപ്പ് കളർ വന്നേക്കുന്നത്. റെഡ് ലേഡിയുടെ വിത്ത് വാങ്ങുന്നവർ വിത്ത് മുളപ്പിച്ച് തൈയാക്കണമെങ്കിൽ, നിങ്ങൾ ഇപ്പം കാണുന്ന തൈ ആകണമെങ്കിൽ 25 ദിവസം എടുക്കും. വിത്ത് മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിൽ കൂടുതലെടുക്കും. അതുപോലെ മറ്റുള്ള ഹൈബ്രിഡ് വിത്ത് പോലെയല്ല റെഡ് ലേഡി പപ്പായയുടെ വിത്ത് നമ്മൾ സ്യൂഡോമോണസ് ലായനിയിൽ, വീര്യം കുറഞ്ഞ സ്യൂഡോമോണസ് ലായനിയിൽ ഒരു 3 മണിക്കൂർ മുക്കിയിട്ടതിന് ശേഷമാണ് വിത്ത് മുളപ്പിക്കാൻ വെക്കേണ്ടത്. ലേഡി പപ്പായ എന്നല്ല, ഏത് പപ്പായയാണെങ്കിലും നിങ്ങൾ നടുമ്പോഴത്തേക്കിന് ചരിച്ച് നടണം. എത്ര നിങ്ങൾക്ക് ചരിച്ച് നടാവോ അത്രയും ചരിച്ച് നട്ട് കഴിഞ്ഞാൽ ചോടിന് കനം വയ്ക്കുകയും അത്യാവശ്യം നല്ല രീതിയിലുള്ള വളർച്ച കിട്ടുകയും ചെയ്യും. എത്ര ചരിച്ച് നമ്മൾ നട്ടാലും അത്യാവശ്യം നേരെ വളർന്നു വരും. കാര്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ടായിരിക്കും തൈ വളർന്നു വരുന്നത്. ചുവട്ടിൽ മണ്ണ് കൂട്ടി കൊടുക്കണം. പിന്നീട് കൃത്യമായിട്ട് നമ്മൾ വളം കൊടുക്കണമെന്നുള്ളതാണ് പപ്പായയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ചോടിന് കനം വെക്കാനും പെട്ടെന്ന് പപ്പായയിൽ കാ പിടിക്കാനും നമ്മൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ വെള്ളം എടുക്കണം. ഒരു 5 ലിറ്റർ വെള്ളം നമുക്ക് എടുക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വളമെന്ന് പറയുന്നത് 19-19-19. നിങ്ങൾക്ക് 20-20 ആണുള്ളതെങ്കിൽ അത് ചേർക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പവർ 19 കൊണ്ട് സാധനം കിട്ടും. ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അതാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ പപ്പായയുടെ തൈ 50 എണ്ണമൊക്കെ നടുന്നവരാണെങ്കിൽ അത് എങ്ങനെയാണോ നിങ്ങളത് കറക്റ്റ് കണക്കിലെടുക്കുക. 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ എടുക്കണം. ഇനി ഒരു കാര്യം പറയട്ടെ, പെട്ടെന്ന് കാ പിടിക്കണം, പെട്ടെന്ന് വളരണമെന്നുള്ള രീതിയിൽ നിങ്ങൾ പപ്പായയ്ക്ക് വളം ഒരു അല്പം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിന് പകരം 50 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ചോട് ചീഞ്ഞു പോവും. പപ്പായ ചെടി നിങ്ങൾ ഇത്രയും നാളും വളർത്തിക്കൊണ്ടുവന്ന ചെടി നാശമായി പോകും. അതായത് വേര് ചീഞ്ഞ് ചെടി പൂർണ്ണമായിട്ടും കരിഞ്ഞു പോകും. അതുകൊണ്ട് കൃത്യ അളവ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലത്. വെള്ളത്തിൽ അലിയുന്ന വളമായതുകൊണ്ട് തന്നെ ഇലയിൽ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് വലിച്ചെടുക്കുകയും പെട്ടെന്ന് നമുക്കൊരു റിസൾട്ട് കാണിച്ചു തരികയും ചെയ്യും. അതായത് പൂവിടും, പെട്ടെന്ന് പൂവിടും. ഇതാണ് പപ്പായ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പൂ കുത്തി കാ വീണ് തുടങ്ങിയ കായ്ക്ക് വലിപ്പം കൂടാൻ പൊട്ടാഷൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ടും ചെയ്യണം. പിന്നെ ചുവട്ടിൽ കള വളരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കള ഒഴിവാക്കി കൊടുക്കുക, തടം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, വളം കൃത്യമായിട്ട് കൊടുക്കുക. കോഴിവളമൊക്കെ ചൂട് കളഞ്ഞൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ കാ പിടിക്കും. ഇതുപോലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2.5 മാസം കൊണ്ട് പപ്പായ വീട്ടിൽ വിളവെടുത്ത് തുടങ്ങാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. ചെറിയ വീഡിയോ, വലിയ കാര്യങ്ങൾ.